പശ്ചിമേഷ്യൻ യുദ്ധം യൂറോപ്യൻ രാജ്യങ്ങളിൽ കാർഷിക മേഖലകളിൽ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കാർഷിക മേഖലയിൽ രാസവള പ്രതിസന്ധി അതിരൂക്ഷമായി അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെയാണ് ഈ പ്രതിസന്ധിയുടെ പ്രധാന കാരണം. ലോകത്തിലെ 1/3 ഭാഗവും കടന്നു പോകുന്നത് ഈ ജലപാതയിലൂടെയാണ്. ഗൾഫ് മേഖലയിൽ നിന്നും ആവശ്യമായ രാസവളങ്ങളുടെയും അത്യാവശ്യമായ പ്രകൃതിദത്ത വാതകങ്ങളുടെയും ലഭ്യത സമ്പൂർണ്ണമായി നിലച്ച രീതിയിലാണ്. ഇത് യൂറോപ്യൻ വിപണിയിൽ കടുത്ത രാസവള ക്ഷാമത്തിന് വഴിവെച്ചു. ഇതോടെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ വില കുതിച്ചുയർന്നു. സ്വാഭാവികമായും ഇത് യൂറോപ്പിൽ ഭക്ഷ്യസുരക്ഷാ ഭീതിയാണ് നേരിടുന്നത്. രാസവളം ആവശ്യത്തിന് ലഭിക്കാതിരിക്കുകയോ താങ്ങാനാവാത്ത വില നൽകേണ്ടി വരികയോ ചെയ്താൽ സാധാരണക്കാരായ കർഷകർക്ക് നട്ടെല്ലൊടിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഈ വളത്തിന്റെ ദൗർലഭ്യതയും വിലക്കയറ്റവും അതിജീവന സമരത്തിലേക്ക് കർഷകരെ എത്തിച്ചിരിക്കുന്നു. തങ്ങളുടെ കാർഷിക ഉപാധിയും ജീവിതവും തകരുന്നതോടെ തെരുവുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഫ്രാൻസിലെ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളിലേക്ക് ഇറങ്ങുകയും യൂറോപ്പിലെ പാർലമെന്റിന്റെ മുന്നിൽ വരെ ഉപരോധം നടത്തി. 100 കണക്കിന് ട്രാക്ടറുകൾ നിരത്തിലിറങ്ങി തങ്ങളുടെ നിരാശയും രോക്ഷവും രേഖപ്പെടുത്തുകയും ചെയ്തു. കൃഷി ചിലവ് കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടലുകൾ ഇല്ലാത്തതിനാൽ യൂറോപ്പിലെ കാർഷിക സാഹചര്യവും പൂർണ്ണമായും തകരുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകുന്നു. കർഷകരുടെ ഈ സമരം യൂറോപ്യൻ യൂണിയന്റെ മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ബ്രസൽസിൽ ഒരു അടിയന്തര യോഗം ചേർന്നു. കർഷകരുടെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള മാർഗരേഖ തയ്യാറാക്കുകയും ഈ പ്രതിസന്ധി മറികടക്കാൻ സുപ്രധാന ചർച്ചകളും ഉയർന്നു വന്നു. കാർഷിക പ്രതിസന്ധി നേരിട്ടാൽ യൂറോപ്പിൽ കടുത്ത ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും ഉണ്ടാകുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോർട്ടിലൈസർ എന്ന ആക്ഷൻ എന്ന പുതിയ പദ്ധതി രൂപീകരിച്ചു. വളത്തിന്റെ ദൗർലഭ്യതയും പ്രതിസന്ധിയും നേരിട്ട കർഷകർക്ക് സഹായം എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. അതോടൊപ്പം രാസവളങ്ങളുടെ ലഭ്യത വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത് കുറച്ച് സ്വന്തം രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. ഇറാൻ യുദ്ധം ഉയർത്തിയ വെല്ലുവിളികളെ മറികടക്കാനുള്ള തങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള തീരുമാനത്തിലാണ് യൂറോപ്പ് ഇപ്പോൾ ഉള്ളത്. Way2Nikah.com, the exclusive Muslim matrimonial site.